നമസ്കാരം. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ബാംഗ്ലൂരുവിൽ മലയാളി അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാർ ആണ് അറസ്റ്റിലായത്. കണ്ണൂർ സ്വദേശിയായ യുവതിയിൽ നിന്ന് ഇദ്ദേഹം 6 ലക്ഷം രൂപ തട്ടിയ ശേഷം മുങ്ങുകയായിരുന്നു. ഇയാൾക്ക് സിനിമയുമായി സത്യത്തിൽ പ്രത്യക്ഷത്തിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ചില സിനിമാക്കാരുമായി ബന്ധമുണ്ട്. അവരെ ഇടയ്ക്ക് ഫോൺ ചെയ്യാനും ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ യുവതിയുടെ മുന്നിൽ വെച്ച്. അതുകൊണ്ടാണ് യുവതി തട്ടിപ്പിന് ഇരയായത്. കണ്ണൂർ സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇവർ കണ്ണൂരിലുള്ള ഒരു ബേക്കറിയിൽ ബില്ലിംഗ് സെക്ഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. ശമ്പളം വളരെ കുറവായതിനാൽ ഇവർ വേറൊരു ജോലി നോക്കുമ്പോൾ OLX ഒരു പരസ്യം കാണുന്നു. പരസ്യം ഇങ്ങനെയാണ്: സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാം എന്ന തരത്തിൽ ഒരു പരസ്യം കണ്ടു. അതിലൊറ്റ മൊബൈൽ നമ്പറേ ഉള്ളായിരുന്നു. അത് ഈ തിരുവനന്തപുരം സ്വദേശിയായ സുരേഷിൻ്റെതായിരുന്നു. ഈ യുവതി സുരേഷിനെ വിളിക്കുന്നു. അപ്പോഴാണ് ഒരുപാട് ഡിമാൻഡുള്ള ജോലിയാണ്. സിനിമാ താരങ്ങളെ നേരിട്ട് കാണാൻ പറ്റുന്ന, അവർക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന തൊഴിലാണ്. അതുകൊണ്ട് തന്നെ 7 ലക്ഷം രൂപ വേണമെന്ന് യുവതിയോട് ആവശ്യപ്പെടുകയും യുവതി 6 ലക്ഷം രൂപ പല തവണയായി സുരേഷിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയുമാണ് ചെയ്തത്. അവസാനം പണം നൽകിയതിനു ശേഷം ഇയാളുടെ ഫോണിൽ പലതവണ വിളിച്ചിട്ട് ഇയാൾ എടുത്തില്ല. മറിച്ച് ഇയാളെ നേരിട്ട് കാണാൻ ശ്രമിച്ചു. തിരുവനന്തപുരത്താണ് വീട് എന്ന ഒറ്റ സൂചന മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇയാൾ വിളിക്കാൻ ശ്രമിക്കുന്നു. അതൊന്നും സാധിക്കാതെ വന്നതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകുന്നത്. ഒടുവിൽ നീണ്ട നാൾ പോലീസ് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് കോയമ്പത്തൂർ പോലീസ് ഇയാളെ ബാംഗ്ലൂരുവിലെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തത്. കോയമ്പത്തൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ പല സ്ത്രീകളിൽ നിന്നും ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്നും ഫോണുകളും ATM കാർഡും ചെക്ക് ബുക്കുകളും അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗൂഗിൾ ശരി സുരേഷ് തിരുവനന്തപുരം ഇങ്ങനെ ഇദ്ദേഹം ധാരാളം സ്ത്രീകളിൽ നിന്ന് പൈസ തട്ടിയ ഒരു വഞ്ചകൻ തന്നെയാണെന്ന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.